ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഡൽഹിയിലെ ജമാ മസ്ജിദിലാണ് എത്തിയിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പോൾ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകുന്നത്. നിറയെ സ്റ്റെപ്പുകളോട് കൂടിയാണ് നമുക്കിത് കാണാൻ സാധിക്കുക. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി ചെല്ലുമ്പോൾ പ്രവേശന കവാടമാണ്. കവാടം കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് നമുക്ക് പള്ളി കാണാൻ സാധിക്കുക. പ്രധാനമായിട്ട് 3 കവാടങ്ങളുണ്ട് ഇവിടെ. അത് കഴിഞ്ഞാൽ അതിന് നടുക്കായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. ഒരേ സമയം 2500 പേർക്ക് ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള അത്രയും സ്ഥല സൗകര്യം അവിടെ ഉണ്ട്. ഇതാണ് മെയിനായിട്ട് ഉള്ള ജുമാ മസ്ജിദ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മസ്ജിദുകളിൽ ഒന്നായിട്ട് ഇതറിയപ്പെടുന്നു. നമുക്ക് ഈ മസ്ജിദിൻ്റെ മുകൾ വരെ നമുക്ക് കയറാൻ സാധിക്കും. പക്ഷെ അതിന് നമുക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഷാജഹാൻ പണി കഴിച്ച ഈ പള്ളി പ്രസിദ്ധമായ റെഡ് ഫോർട്ടിനെ അഭിമുഖീകരിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു സൈഡ്, അതായത് ഗേറ്റ് നമ്പർ 3 അഭിമുഖീകരിക്കുന്നത് ചാന്ദിനി ചോക്ക് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിനെയാണ്. ഇവിടെ ഏറ്റവും അധികമായി ആഘോഷിക്കുന്ന പെരുന്നാൾ ഈദാണ്. അന്ന് ഈ മസ്ജിദ് ഫുള്ളായിട്ട് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് കാണപ്പെടുന്നു. നടുക്ക് കാണുന്ന ഈ തടാകത്തിൽ നിന്ന് വെള്ളമെടുത്ത് കൈയും കാലും മുഖവും ശുചീകരിച്ച ശേഷം മാത്രമാണ് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. റംദാൻ നാളുകളിൽ പല സ്ഥലത്തു നിന്നും, ഇന്ത്യയുടെ പല സ്ഥലത്തു നിന്നും ആളുകൾ ഫാമിലിയായി വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരിടം കൂടിയാണ് ഇവിടെ. മാത്രമല്ല, ഈ പള്ളിയുടെ ഉൾവശം നമുക്ക് അതിമനോഹരമായി കാണപ്പെടുന്നു. മുഹമ്മദ് നബിയുടെ കാൽപാദം പതിഞ്ഞ മാർബിള് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അറിയപ്പെടുന്നു. ഈ മസ്ജിദിന്റെ ഉൾവശം വെള്ള മാർബിൾ കൊണ്ടും ചുമരുകൾ ചുമന്ന കല്ലുകൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുമരുകൾ മൊത്തം അതിഗംഭീരമായി ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നു. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ കീഴിൽ നിർമ്മിച്ച അവസാനത്തെ സ്മാരകങ്ങളിൽ ഒന്നാണ് ഇത്. അങ്ങനെ നമ്മൾ മസ്ജിദിലെ എല്ലാ കാഴ്ചകളും കണ്ടു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. നമ്മൾ ചാന്ദിനി ചോക്കിലോട്ടാണ് പോകുന്നത്. അവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടേക്ക് വന്നത് ഒരു റിക്ഷ പോലുള്ള വണ്ടിയിലാണ്. അപ്പം പ്രൈവറ്റ് വണ്ടികളൊക്കെ ഇവിടേക്ക് പോകില്ല. അപ്പം അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ നമ്മൾ ചാന്ദിനി ചോക്കിലേക്ക് ആക്കും. അവിടെ നല്ല തിരക്കാണ്. വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ പോയത് റെഡ് ഫോർട്ടിലോട്ടാണ്. അവിടെ സ്വാതന്ത്ര്യദിന പരിപാടികളനുബന്ധിച്ച് നമുക്ക് അവിടേക്ക് ഉള്ളിലോട്ട് പ്രവേശനം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോകുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും അവിടുത്തെ എടുത്തിട്ടില്ല. ഇത് നമ്മൾ ഡൽഹി ഹാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ തരം തുണികളും നമുക്ക് കാണിച്ചു തരുന്നതാണ്. സാരികൾ പല സ്ഥലത്ത് പല സ്റ്റേറ്റിലും സാരികളാണ്. ഇവിടെ വീഡിയോ പിടിക്കാൻ അനുവാദമില്ല, പക്ഷെ ഞാൻ കുറച്ച് എടുത്തു എന്ന് മാത്രം. പല സ്ഥലങ്ങളിലും ട്രഡീഷണലായിട്ട് അവർ വെയർ ചെയ്യുന്ന സാരികളാണ് ഇത് മൊത്തം. സാരികൾ മാത്രമല്ല, ഓർണമെന്റ്സും ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പാർലമെന്റ്, രാഷ്ട്രപതി ഭവൻ, അതൊക്കെയാണ്. അവസാനം ഞങ്ങൾ വന്നത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. ഇവിടെ വന്നപ്പോഴേക്കും തളർന്നു. ഞാനും ലിൻഡേച്ചി സ്ഥലത്ത് ഇരിപ്പായി. ബാക്കി എല്ലാവരും ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് പോയി. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ്. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരുകൾ അതിന്റെ ചുവരിൽ കൊത്തി വരച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് വൈകുന്നേരങ്ങളിൽ. ഇന്ത്യ ഗേറ്റിന്റെ ആർച്ചിന്റെ താഴെയായിട്ട് ഒരു ദീപം കത്തിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതിന് അമർ ജവാൻ ജ്യോതി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ദൂരത്ത് നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ കഴിഞ്ഞ് ഞങ്ങൾ പോരാണ്. കാരണം ഇന്നത്തോടു കൂടി ഡൽഹിക്കാർക്കും കഴിഞ്ഞു. നാളെ രാവിലെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനും നെഞ്ചാൻ്റെ മക്കളും ചണ്ഡീഗഡിലോട്ട് തിരിച്ചു പോകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ബ്രെഡ് ഓംലേറ്റും ആലു പൊറോട്ടയും തന്നെയാണ്. പിന്നെ ചായ പറഞ്ഞിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആലു പൊറോട്ടയും ബ്രെഡ് ഓംലേറ്റും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് രാത്രി 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അവർക്ക് ഡൽഹിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് മടങ്ങും. വണ്ടി ആക്സിഡന്റ് ആയി ഇവിടെ വഴിയിൽ പോകുന്ന സമയത്ത്
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.